Hi dear friends, ഇന്നൊരു ജാർ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിസ്താഷ്യോ ട്രെസ് ലെച്ചസ് കേക്കിന്റെ ജാർ കേക്കാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് ആയ ഒരു ജാർ കേക്കാണ്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. നമുക്ക് ഇതിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ജാർ കേക്കിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സ്പഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അതിനുശേഷം മറ്റൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പിസ്തയുടെ എസൻസ് ആണ്. പിസ്തയുടെ എസൻസ് ഞാൻ ഒരു 5-6 തുള്ളി ഇതിലേക്ക് ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1/2 കപ്പ് ഷുഗർ പൊടിച്ചത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ചെറു ചൂടുള്ള പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്താൽ മതി. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. അത് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് മൈദ കൊണ്ട് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമുക്ക് ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഓരോ ലെയറും നമ്മൾ ജാർ കേക്കിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ജാർ കേക്കിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്പഞ്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ബാക്കി വരുന്ന പീസുകൾ വെച്ചിട്ട് നമുക്ക് ജാർ കേക്ക് ചെയ്യാവുന്നതാണ്. സ്പഞ്ച് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിൽക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീമും 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ജാർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ജാറിലേക്ക് ഒരു ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കണം. അതിന് മുകളിലായിട്ട് കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഇതുപോലെ ക്രീം ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്ത ലെയർ സ്പഞ്ച് കൂടി വെക്കാം. അതിന് മുകളിലായിട്ട് ഇതുപോലെ മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ക്രീം ഇട്ട് കൊടുക്കാം. ജാർ കേക്കിന് മുകളിൽ ക്രീം ഇടാൻ നമുക്ക് നോസിൽ വേണമെന്നില്ല. നോസിൽ ഇല്ലാതെയും ചെയ്യാം. അല്ലെങ്കിൽ ഏത് നോസിൽ വെച്ചിട്ടും നമുക്ക് ഏത് ഡിസൈനിലും ചെയ്തെടുക്കാവുന്നതാണ്. ജാർ കേക്കിന് വേണ്ടിയിട്ട് സ്പഞ്ച് കട്ട് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന പീസ് വെച്ചിട്ട് നമുക്കൊരു ജാർ കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ക്രീമിന് മുകളിലായിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ഷുഗർ ബോൾസോ അല്ലെങ്കിൽ പിസ്ത പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിസ്താഷ്യോ ട്രെസ് ലെച്ചസ് കേക്കിൻ്റെ ജാർ കേക്കാണിത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.